ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പൂഴിത്തോട് പുലി വളർത്തുനായകളെ ആക്രമിച്ചതോടെ ജനം ഭീതിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസിയുടെ വളർത്തുനായയെ പുലി കൊണ്ടുപോവുകയും മറ്റു 2 പട്ടികളെ പുലി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. പൂഴിത്തോട് മേഖലയിൽ പുലിഭീതി മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ രാത്രിയാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പെരുവണ്ണാമൂഴി വനമേഖലയിൽ പുലി സാന്നിധ്യമുണ്ട്. റോഡിലൂടെ ഓടിയ പുലിയെ നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികളുടെ വീടുകളിലെ വളർത്തുനായ്ക്കളെ പുലി ആക്രമിച്ചത്. 2 നായകൾക്കും കടിയേറ്റിട്ടുണ്ട്. ഇന്ന് ഒരു 12:45 കീന്നൊരു സൗണ്ട് കേട്ടു. പട്ടി ഇങ്ങനെ കുരച്ചതുമല്ല, കരയുന്ന പോലെയുള്ള സൗണ്ടാണ് കേട്ടത്. അന്നേരം ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അങ്ങേ അവിടെ സൈഡിൽ നിന്ന് കരയുന്ന ഒച്ച കേട്ടു. അങ്ങനെ ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ എന്തോ ഒരു സാധനം താഴോട്ട് വീഴുന്ന പോലെ കണ്ടെന്നത് കണ്ടില്ല, സൗണ്ട് കേട്ടു. പിന്നെ ഈ ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പ് വഴിയാണ് വലിച്ചുകൊണ്ട് പോയത്. അന്നേരം അവിടെ ചുവരിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിലെല്ലാം നോക്കി. കുറേ കഴിഞ്ഞ് നേരം വെളുത്തേപ്പിന്നെയാണ് പിന്നെ പട്ടിയെ ഞങ്ങൾ കാണുന്നത്. അവിടെ മുകളിൽ ചപ്പിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ച് കിടക്കുമായിരുന്നു. അന്നേരമാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഡോക്ടറെ അടുത്ത് അവനെ കൊണ്ടുപോയി ഞങ്ങൾ ഇവിടുന്ന് പോയി മരുന്ന് മേടിച്ചു. ഇഞ്ചക്ഷനും പിന്നെ പെരട്ടാനുള്ള മരുന്നും ഇതൊക്കെ ഡോക്ടർ തന്നു. കടിയേറ്റ് കഴുത്തിൻ്റെ ഇങ്ങനെ ഇവിടെ കഴുത്ത് കൂട്ടിയാണ് കടിയേറ്റിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു നായയെ പുലി കടിച്ചു കൊണ്ടുപോയിരുന്നു. ഇതോടെ ആളുകൾ ഭീതിയിലാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് ഇവിടുന്ന് ബൈക്കിനങ്ങ് പോകുമ്പോൾ സണ്ണി എന്ന് പറഞ്ഞ ഒരാൾ ബൈക്കിന് താഴോട്ട് അങ്ങാടിക്ക് പോകുമ്പോൾ മൂളി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് റോഡ് മുറിച്ച് അപ്പുറത്തും കിടക്കുന്നു. അവിടുന്ന് ആ കാണുന്ന ടവറിൻ്റെ അവിടെ വന്ന് ഇത് നിന്നു. അപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം ഇവിടെ വന്ന് ഫോറസ്റ്റുകാരെല്ലാം വന്ന് തെപ്പാൻ പോയപ്പോൾ ടവറിൻ്റെ അവിടുന്ന് കണ്ടു. അവിടുന്ന് പിന്നെ രണ്ടാമത് കുറച്ചും കൂടെ താഴെ തോട്ടത്തിൽ കണ്ടു. പിന്നെ അവിടുന്ന് പുഴ സൈഡിൽ കണ്ടു. അങ്ങനെ 3 നേരത്തെ ഇന്നലെ തന്നെ കണ്ടു. രാത്രിക്ക് 11:30 ആയപ്പോൾ അവിടെ സണ്ണിയുടെ നായയെ പിടിച്ചു. അത് കഴിഞ്ഞ് 1 മണിയായപ്പം ജെമിനിയുടെ നായയെ പിടിച്ചു. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് കൈപ്പമ്പിലാക്കി ജോയിയുടെ നായയെ പട്ടി കൂട്ടിയിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ മുമ്പ് 2-3 പ്രാവശ്യം ഇവിടെ വെട്ടുകാർ, റബ്ബർത്തോട്ടം വെട്ടുന്ന ആൾക്കാർ ഇതിനെ 3 പ്രാവശ്യം തോട്ടത്തിൽ വെച്ച് കണ്ടു. അതുപോലെ ബിബി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് പോകുമ്പം ബൈക്കിന് മുന്നിൽ ചാടി. അങ്ങനെ ഒരു മാസമായിട്ട് ഇപ്പോൾ ഈ പുലി എന്ന് പറഞ്ഞ സാധനം ഇവിടെ തന്നെ ഉണ്ട്. വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.